നമ്മൾ അക്വറിയൊക്കെ റെഡി ആയിട്ട് ഇതേ ബാക്കിൽ ടേബിളിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ലീക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അക്വറി ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു വില്ലനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ടൈൽ പീസ് ആയിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ഈ ടൈൽ ഉപയോഗിച്ച് എൻ്റെ പണി എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഇത് ഈ മൂലൊക്കെ കണ്ടില്ലേ, നമ്മളിത് വേറൊരു പേപ്പർ ഒന്നും വെക്കാണ്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായത്. എടുക്കേണ്ട സമയത്ത് കുറച്ച് പണി കിട്ടി. അപ്പോൾ ആ ബീഡിങ് കുറച്ച് ഇളകി പോന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് കുറച്ച് സിലിക്കോൺ ഞാൻ വലിച്ചു കൊണ്ടുവന്നു. ഇത് കുറച്ച് വൃത്തികേടാണ് മുകളിൽ നോക്കുമ്പോൾ, പക്ഷെ ഇവിടെ എന്തായാലും ഗ്രേവലോ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇതാണ് നമ്മുടെ ഫിനിഷിങ് റിസൾട്ട്. സിലിക്കോണിന്റെ ബീഡിംഗ് ഒന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഈ ബോട്ടത്തിൽ മാത്രമാണ് കുറച്ച് പണി കിട്ടിയത്. പിന്നെ ഞാൻ ലീക്ക് ആവണ്ടെന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു. ഈ മൂലയ്ക്കൊക്കെയാണ് പണി കിട്ടിയത്. അത് ഈ ടൈല് കാരണം. ടൈല് വെക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സെല്ലോ ടോപ്പോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെക്കുക, എന്നിട്ട് ഇതിന്റെ മുകളിൽ വെക്കുക. അപ്പൊ ക്യൂറിംഗ് പീരീഡ് ഞാനൊരു 48 hours ആണ് സാധാരണ വെക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ 72 hours വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പതിയെ 25%, 50%, 75% അങ്ങനെ വെള്ളം നിറച്ചുകൊണ്ട് 24 hours വെക്കും. അപ്പം നമുക്ക് വെള്ളം നിറച്ച് ലീക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അക്വേറിയത്തിന്റെ പണി കഴിഞ്ഞു. ലീക്ക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ലീക്ക് ഒന്നുമില്ല, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റിയ മിസ്റ്റേക്സിൽ ആദ്യത്തെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈല് വെച്ച് അതിന്റെ പ്രോബ്ലം ആയിരുന്നു. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത സിലിക്കോൺ ബ്രാൻഡ് അത് ഡൗസിലിന്റെ ആയിരുന്നു. ഈ ഇഞ്ചക്ഷൻ മെത്തേഡിന് അത് സ്യൂട്ടബിൾ അല്ല, കാരണം അത് വേഗം ഒട്ടും. ഇപ്പോൾ ബീഡി മെത്തേഡിനൊക്കെ അത് സ്യൂട്ടബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ മെത്തേഡിലാണ് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ വാങ്ങേണ്ട സിലിക്കോണ് ചെറിയ ടാങ്ക് ആണെങ്കിൽ വാക്കർ GP എന്ന് പറഞ്ഞിട്ടുള്ള സിലിക്കോൺ വാങ്ങാം, അല്ലെങ്കിൽ വലിയ ടാങ്ക് ആണെങ്കിൽ വാക്കർ 121 വാങ്ങാം. ഈ രണ്ട് മിസ്റ്റേക്സ് ആണ് നമുക്ക് പറ്റിയിട്ടുള്ളൂ. പിന്നെ ആദ്യമായിട്ട് ഒട്ടിക്കുമ്പോൾ എല്ലാവർക്കും മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഒരു പുതിയ ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. കാനിസ്റ്റർ ഫിൽറ്ററിന്റെ മോഡലിലാണ് ചെയ്യുന്നത്, പക്ഷെ കുറച്ച് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഫിൽറ്ററിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ